കുട്ടി കേറുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിൽ എത്ര പേർ വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ട് സദ്യ ഉണ്ടിട്ടുണ്ട്? ഞാൻ പണ്ടൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എണ്ണി വെക്കാനൊന്നും പറ്റിയില്ല. അമ്മാതിരി ലെവലിൽ വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. സുഹൃത്തുക്കളെ, എന്തായാലും എല്ലാവരും ആരംഭിക്കാം. ഗൗരി ശങ്കർ എന്ന് പറയുന്ന സീരിയലുള്ള വീണ നായറിനെ എല്ലാ മലയാളികൾക്കും അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറെ സീരിയൽ പ്രേമികളായിട്ടുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും. ഈ വീണ നായരുടെ കല്യാണമായിരുന്നു. നോർത്ത് ഇന്ത്യൻ മലയാളിയായിട്ടുള്ള ഒരു യുവാവാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസം ആയിട്ടുണ്ട്. പക്ഷെ കല്യാണം നടന്നപ്പം അടിപൊളിയായിട്ട് കല്യാണമൊക്കെ നടന്ന് പിന്നെ വന്നതാണ് വേറെ ലെവലിലെ ചർച്ചാ വിഷയം. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ. ഇവിടെ ഞാനൊരു അമ്മാവനല്ല, ഞാനൊരു പുരോഗമന ചിന്താഗതിയുടെ പീക്ക് ലെവലിൽ നിന്ന് തുളുമ്പുന്ന ഒരു പുരോഗമനവാദിയാണ് ഞാൻ. വീണ നായർ തന്റെ കല്യാണത്തിന് എല്ലാവരെയും ക്ഷണിച്ചു. പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയാസിനെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. സദ്യ കൊണ്ടുപോയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ വന്നിട്ട് ഒരുമാതിരി മറ്റേടുത്ത പരിപാടി കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മറ്റൊരു രീതിയിൽ വാസ്തവമാണ്. ഈ ഓൺലൈൻ മീഡിയയ്ക്ക് ഇടം കൊടുത്തു കഴിഞ്ഞാൽ ഈച്ചയ്ക്ക് ഇടം കൊടുത്ത പരിപാടിയാണ്. കയറി ഇറങ്ങി ഞരങ്ങി പറന്ന് തൂറി വെച്ചിട്ട് പോകുന്ന അവസ്ഥയായിരിക്കും. അങ്ങനെയാണ് കുറെ പേര്, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ജനറലൈസ് ചെയ്യാറില്ല. കുറച്ച് പേര് എന്തും മറ്റേ ഇടയിൽ കൂടി കയറി മറ്റേ ഒളി ക്യാമറ സെറ്റപ്പിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന തിടുക്കം കൂടുതലുള്ളവന്മാർ ചിലവന്മാരുണ്ട്. ഞരമ്പിന്റെ ഇടയിൽ കടിയുള്ളവന്മാർ, അങ്ങനെയുള്ള കുറെ ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. എല്ലാവരെയും ഞാൻ ജനറലൈസ് ചെയ്യത്തില്ല. അങ്ങനെയുള്ളവർ കുറെ ഉണ്ട്. അത് പേഴ്സണലി ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഓൺലൈൻ മീഡിയാസിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു വീണ നായർ. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ നായർ അവിടെ കാണിച്ചിട്ടുള്ള ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയും അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്ത് കൊള്ളാം വന്നല്ലേ, സന്തോഷം എന്നുള്ള രീതിയിൽ വീണ നിൽക്കുന്നുണ്ട്. കണ്ടു നോക്കാം. എന്റെ ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ ഉണ്ടാവും. ഫോട്ടോ എടുത്തോട്ടെ. സുഖം. ചേട്ടൻ എപ്പോഴും വരാ? ചേട്ടൻ എപ്പോഴും വരാ? കൊണ്ടല്ലേ? പേരെന്താ? ബാഹുബലിയാ? ചോട്ട ബാഹുബലിയാ? അല്ല, വൈഷ്ണവ്. അല്ല, ഇൻസ്റ്റയിലെ പേര് എങ്ങനെയാണ്? ഇൻസ്റ്റയിലെ പേര് ചുമ്മാ. വേറെ കൂട്ടുകാരികളും വന്നില്ല? ആതിര വന്നില്ലേ? മറ്റേ ഹരിച്ചേട്ടൻ? ഹരി ചിലപ്പോ വരുന്നു. അവന്റെ സൂര്യന്റെ വർക്കായിട്ടുണ്ട്. ഓക്കെ. അച്ഛനെവിടെ? അച്ഛനെ വാട്സപ്പിൽ സംസാരിച്ചിട്ടുള്ള എവിടെ നോക്കണം? പിന്നെ കാണാം. വളരെ നല്ല രീതിയിലാണ് വീണ അവിടെ ഓൺലൈൻ മീഡിയാസിനെ ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ എല്ലാ ഓൺലൈൻ മീഡിയാസിലുള്ളവന്മാരും ഒരുപോലെ അല്ലല്ലോ. നല്ലവന്മാരും ഉണ്ട്, കേടുകെട്ടവന്മാരും ഉണ്ട്, അലവലാദികളുണ്ട്, നാറികളുമുണ്ട്. സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു നാറി പരിപാടി ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അതിന്റെ മെയിൻ വിഷയം. അതിലോട്ട് വരാം. അതിനു മുന്നേ നമുക്ക് വീണയുടെ കല്യാണം ചടങ്ങൊന്ന് കാണാം. നോർത്ത് ഇന്ത്യൻ മലയാളിയും വീണ നായരും തമ്മിലുള്ള ആ കല്യാണം നമുക്കൊന്ന് കാണാം സുഹൃത്തുക്കളെ. ചേട്ടാ ഹലോ. ഉൾട്ടാൻ പറ്റുമോ? ഇതിനകത്തൊക്കെ ഇവിടെ വീണയുടെ ആ താലി കെട്ടുന്ന ആ രംഗത്തിൽ 2 അവശകുനമുണ്ട്. ഒന്ന്, താലി കയ്യിലൊന്ന് സ്ലിപ്പായി. മറ്റൊന്ന്, അവിടെ നിൽക്കുന്ന സമയത്ത് വീണ ചെട എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അത് ഓൺലൈൻ മീഡിയാസിനാണ് ഒന്ന് കൺട്രോൾ നിർത്തിയതുപോലെ. ഈ ഒരു സുലഭ മുഹൂർത്ത സമയത്ത് വീണ പറഞ്ഞത് എന്തോ വലിയൊരു സംഭവമായി കാണപ്പെടുകയാണ്. അതായത് ഈ നിമിഷത്തിൽ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന കെട്ടുന്ന ഏറ്റവും നല്ലൊരു ടൈമാണ് ആ മുഹൂർത്തം. ആ ഒരു സുലഭ നിമിഷത്തിൽ നിൽക്കുന്ന സമയത്ത് താലി സ്കിപ്പാകുന്നതും അതുപോലെ ചേട്ടാന്ന് വിളിക്കുന്നതും എന്തോ വലിയ പച്ച അപരാധം പോലെ ആയി മാറിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. കമന്റ് ബോക്സിലെ 1-2 കമന്റ് ഞാൻ കൊടുക്കാം. നല്ല അഹങ്കാരമുള്ള കുട്ടി, ഇവൾ ഓവറാണ്. 2 വട്ടം നിലത്ത് വീഴാൻ പോയ താലി, ഇനി അത് ഡൈവോഴ്സിൽ ഇജ്ജത്ത്.
ഓഹോ, അതായത് പോയിന്റ് നമ്പർ 1, താലി കെട്ടുന്ന സമയത്ത് ചേട്ടാ എന്നൊരു വിളി വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ആണ് അഹങ്കാരമായി മാറിയത്. രണ്ടാമത്തെ, താലി സ്കിപ്പായതുകൊണ്ട് ഡിവോഴ്സിൽ പോയി നിൽക്കും എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ താലി സ്ലിപ്പാവാതെ കെട്ടിയിട്ടുള്ള എല്ലാവളുമാരും ഡിവോഴ്സ് ആവാതെ സേഫായിട്ട് പോകുന്നുണ്ടോ? എനിക്ക് അതൊന്നും അറിഞ്ഞാൽ മതി. ഈ ലോകത്ത് ഡിവോഴ്സ് ആയിട്ടുള്ള എല്ലാവരും താലി സ്കിപ്പായ ടീംസ് ആണോ ചേച്ചിയെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചേച്ചി വലിയ കാര്യത്ത് പറയുന്നുണ്ട്. ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന സാധനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാതെ കന്നം തിരിവുകളും കുത്തിത്തിരിപ്പുകളും മറ്റേതും മറച്ചതൊക്കെ ചെയ്ത് കൂട്ടുന്നതുകൊണ്ട് ഉണ്ടാകുന്ന സാധനമാണ്. അല്ലാതെ താലി സ്കിപ്പായെന്ന് പറഞ്ഞ് ഇവിടെ ഡിവോഴ്സ് ഒന്നും ആവാൻ പോകുന്നില്ല. ഇത് വേണ്ടേ? ഇതൊക്കെ കുറച്ച് ബോധം വെച്ച് ചിന്തിക്കുക. ഈ ലോകത്ത് ഡിവോഴ്സായ എല്ലാ സെൻസസ് തേർഡ് ചേച്ചി എടുത്തോണ്ടെന്ന് ലിസ്റ്റ് വൈ. ഇവിടെ ഡിവോഴ്സായ എല്ലാവരുടെയും താലി സ്കിപ്പായെന്ന് എങ്കിൽ ചേച്ചി പറയുന്നതിൽ ഞാൻ സമ്മതിച്ച്, ചേച്ചി പറയണ തന്നെ കറക്റ്റ്. ഇവൾ ഒത്തിരി ഓവറാണ്. ഇതൊരു കല്യാണമായിരുന്നോ പോലും തോന്നുന്നില്ല. പിന്നെ ഇതെന്ത് വാഴയ്ക്കപ്പിണ്ടി അവിച്ച് വെച്ചിട്ട് കീര വിത്തും മറ്റേ മിക്സ് ചെയ്തിട്ട് കലക്കി കുടിക്കുന്ന ചടങ്ങാണെന്ന് വിചാരിച്ച എന്റെ പൊന്നു ചേച്ചി, ഇതാണ് കല്യാണം? ഇങ്ങനെയാണ് കല്യാണം നടത്തുന്നത്? ചേച്ചി ഇത് ഏത് ലോകത്തിൽ ജീവിക്കുന്നെന്നാണ് ഞാൻ നോക്കുന്നത്. താലിയുണ്ട്, ഹാരമുണ്ട്, രണ്ടുപേരും ഒരുങ്ങി നിൽക്കുന്നുണ്ട്, രണ്ടുപേരുടെയും മാതാപിതാക്കളുണ്ട്. ഇനി ഇതിന്റെ അപ്പുറം എന്ത് വേണം? അമ്പലമുണ്ട്, കല്യാണം നടക്കുന്നുണ്ട്. ഇനി ഇതെന്ത് വേണം ചേച്ചി? എന്ത് വേണം ചേച്ചിക്ക്? ഏത് ലോകത്തിലായത്? എന്നാൽ ഇതിനുശേഷം ഈ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ അടിപൊളിയായിട്ട് ഡാൻസ് പാർട്ടി ആയിട്ടൊക്കെ അടിപൊളിയായിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഇനി മറ്റൊരു സംഭവമാണ് അവിടെ നടക്കുന്നത്. കല്യാണം കഴിഞ്ഞ പെണ്ണ് പിന്നെ താമസിക്കുന്ന പുരുഷന്റെ വീട്ടിലോട്ടാണല്ലോ, കെട്ടുന്നവന്റെ വീട്ടിലോട്ട് അവന്റെ കൂടെ പോകും വണ്ടിക്കാര്. ആ സമയത്ത് മിക്ക പെൺകുട്ടികളും കരയാറുണ്ട്, പൊട്ടിക്കരയാറുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇത്രയും കാലം താമസിച്ച അവരുടെ സേഫ് ആയിട്ടുള്ള ഹോമിൽ നിന്നും അവർ മാറുകയാണ്. ആ മാറുന്ന സമയത്ത് ആ പാരന്റ്സിനും വിഷമം കാണും, ആ പോകുന്ന കുട്ടിക്കും വിഷമം കാണും. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇന്നത്തെ പോലെ അല്ലല്ലോ, ജീവിതം തന്നെ മാറുന്നു, ദിനചര്യ മാറുന്നു, ഒരുപാട് വ്യത്യാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ വരുമ്പോ എല്ലാം കൊണ്ട് അവർക്കും രാവിലെ എണീക്കും, മോളെ കാണാൻ പറ്റൂല, ആ ഒരു സെറ്റപ്പ് മാറും. അതുകൊണ്ട് തന്നെ വിഷമം ഓട്ടോമാറ്റിക്കലി രണ്ടുപേർക്കും വരും, അച്ഛനും അമ്മയ്ക്കും വരും, പോകുന്ന പെൺകുട്ടിക്കും വരും. ആ ഒരു സംഭവം ഇവിടെയും സംഭവിച്ചു. പെൺകുട്ടി ഒന്ന് കരഞ്ഞായിരുന്നു. കരഞ്ഞപ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ഒരു ഓൺലൈൻ മീഡിയയിലുള്ള ഒരു ഞരമ്പയൻ അവൻ കാണിച്ചിട്ടുള്ള കന്നം തിരി അവന്റെ കവാല നോക്കി 2 പൊട്ടിക്കണം. അതാണ് ചെയ്യേണ്ടത്. നോക്കാം. കുട്ടി കേടുന്നില്ല. ഇവൻ ആരടാ ഇപ്പൊ വിളിച്ച് കയറ്റിയത്? മത്തങ്ങമലരേ പൂങ്കൊടിയേ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്. കേറിയിട്ട് കരഞ്ഞോളാൻ എന്തോടാ അവന് കളിയായിട്ടാ തോന്നി? അവരുടെ ഇമോഷണൽ ടൈമാണ്, ആ ഇമോഷൻ സിറ്റുവേഷൻ ആണ്. അതിന് അവന് കളിയായിട്ടാണ് തോന്നി. കേറിയിട്ട് കരഞ്ഞാൽ മതിയെന്ന്. കേറിയിട്ട് കരയും. അവന് മറ്റേ ക്ലിക്ക് ബൈറ്റിൽ സാധനം കിട്ടണം. കേറിയിട്ട് കരയുന്ന പൊസിഷൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് വീണ അവിടെ നല്ലൊരു ആഴ്ച അണ്ണാക്കി കൊടുക്കുന്ന മറുപടി കൊടുത്തിട്ടുണ്ട്. സൗകര്യമില്ല, നീ ഉടം അത്രയ്ക്ക് എന്നുള്ള സാധനം. പക്ഷെ ഇത് വീണയ്ക്ക് നേരെ എതിരായിട്ടാണ് വന്നിട്ടുള്ളത്. കമന്റ് വായിക്കാം. അയാൾ കരച്ചിൽ മാറ്റി ഒന്ന് ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാ, അഹങ്കാരിയാണെന്ന് ഇന്ന് തന്നെ തെളിയിച്ചു. എന്തരടാ ഇത്? എന്തൊരു കമന്റടാ ഇത്? അവൻ മറ്റേ അടുത്ത ചോദ്യം ചോദിച്ചപ്പം വീണയ്ക്ക് അത് പൊള്ളി. അത് കേൾക്കുന്ന ആർക്കായാലും പൊള്ളും. അവർ ഇമോഷണലായിട്ട് നിൽക്കുന്നു, കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്നാൽ മറ്റേടത്ത കോണാത്തിൽ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും പൊള്ളും. അത് തന്നെയാണ് ഇവിടെ വീണയ്ക്കും പൊള്ളിയിട്ടുള്ളത്. അവൾ നല്ല 1 തരം മറുപടി അടിച്ച് അണ്ണാക്കി തിരിച്ചു കൊടുത്തു. ഉടനെ അവൾ അഹങ്കാരി. ഇതാണ് പറയണത്. മറ്റേ വെളുക്കോളം വെള്ളം കോരിയിട്ട് മറ്റേ കലവറിഞ്ഞുടച്ച അവസ്ഥയായിപ്പോയി. ഇനി ബാക്കി ഓൺലൈൻ മീഡിയക്കാരൻ ചോദിച്ചവൻ ആഗ്രഹിച്ച പോലെ അകത്ത് തന്നെ കയറിയെന്ന് കരഞ്ഞു. എന്നിട്ട് അവൻ വിടാതെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ആ കലിപ്പിൽ വീണ ഡോറ് പിടിച്ചടച്ച് ഇറങ്ങി പരമാറി എന്നുള്ള രീതിയിൽ. എന്നാൽ അതും കൊണ്ടു. ഏത് രീതിയിൽ? നിനക്ക് വീണ്ടും അഹങ്കാരം. വായിക്കാം. എന്തിനാ ഇത്ര സങ്കടപ്പെട്ട് കല്യാണം കഴിക്കുന്ന? വണ്ടിയുടെ ഡോറ് പൊളിക്കും. വണ്ടിയുടെ ഡോറ് പിടിച്ചടച്ചപ്പം കല്യാണം കഴിച്ചുമായിട്ട് കണക്ട് ചെയ്ത ഏതോ വിവരദോഷി. ധിക്കാരം. ഇവളുടെയൊക്കെ ഷോ കിടന്ന് തുള്ളിയപ്പോ ഈ മോങ്ങലൊന്നും കണ്ടില്ലല്ലോ. അപ്പോ വീട്ടുകാരെ ഓർത്തില്ല അവളുടെ ഒരു ഷോ. അതായത് ഷോ എന്ന് ഉദ്ദേശിച്ചത് ഫംഗ്ഷനിൽ ഡാൻസ് ഒക്കെ കളിച്ചില്ല, തട്ടും തട്ടും താളം അന്ത മാതിരി ഡാൻസ് കളിച്ചായിരുന്നു. അതിനാണ് ഷോ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോഴിവളുടെ ജാടയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോഴിവളുടെ മറ്റേ അടുത്ത ഷോ എന്നുള്ള രീതിയിലാണ് ഏതോ കമന്റ് ഓളി ഒന്ന് കമന്റ് ചെയ്തിട്ടുള്ള. വിവരം ബോധവും ഇല്ലാത്ത കുറെ എണ്ണം ഇതിന്റെ അകത്തൊക്കെ കിടന്ന് മെഴുകുന്നുണ്ട്. എടേ ഒന്ന് ചിന്തിക്കടേ, ഒന്ന് ചിന്തിച്ചും കണ്ടുമൊക്കെ പെരുമാറാൻ നോക്ക്. ഡോർ അടച്ചപ്പോ കുറ്റം, താലി സ്ലിപ്പായപ്പോൾ ഡിവോഴ്സിൽ വന്നു. അത് ഏതോ മലമാണ് എന്ന് തന്നെ ഞാൻ പറയും. സത്യം ഉള്ള ആരും ആ രീതിയിലാണ് ആ സാധനം കമന്റ് അടിച്ച് വെച്ചിട്ടുള്ളത്. താലി സ്ലിപ്പായപ്പോ ഈ ലോകത്തിൽ ഡിവോഴ്സായ എല്ലാവരും താലി സ്ലിപ്പായല്ലേ ഇരിക്കുന്നത്. ഞാൻ ഒന്നും പറയണില്ല. ഞാൻ കൂടിപ്പോവും പറയുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമന്റ് ബിലോ ഗൈസ്. പുതിയൊരു വീഡിയോ ഇടണം.